ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. വന നിയമ ഭേദഗതി ഉടനില്ലെന്ന വനം മന്ത്രി കെ ശശീന്ദ്രൻ. സർക്കാരിന് തിടുക്കമില്ല. ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ച് കുറ്റമറ്റമാക്കിയതിനു ശേഷമേ നിയമനിർമ്മാണ നടപടികളിലേക്ക് കടക്കൂ. പരാതികൾ കിട്ടുന്ന മുറയ്ക്ക് പരിശോധിക്കുമെന്നും കെ ശശീന്ദ്രൻ. അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷമേ എല്ലാ വശവും പരിശോധിച്ച് കുറ്റമറ്റതാക്കിയതിന് ശേഷമേ നിയമനിർമ്മാണ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, നവംബർ ആദ്യം തന്നെ വന്ന ഈ കരട് രൂപരേഖ, ഇക്കാര്യം കർഷകർക്കിടയിൽ അടക്കം ചർച്ചയായത് ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ്. ഈ വന നിയമ ഭേദഗതിയിൽ വലിയ രീതിയിൽ കർഷകരെ ബാധിക്കുന്ന തരം പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പൊതുസമൂഹത്തെ അറിയിച്ചു. ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ വനം മന്ത്രി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. എന്താണെങ്കിലും ഭേദഗതി ഉടനില്ലെന്ന് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. എത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? മന്ത്രിസഭാ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ എത്രയും പൊതുജനങ്ങളോട് കൃത്യമായി സംവദിക്കണമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നല്ലോ. അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നവംബർ 1-ാം തീയതിയാണ് വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം 1.5 മാസക്കാലത്തോളം ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ പൊതുസമൂഹത്തിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളോ ഈ കരട് രേഖ സംബന്ധിച്ച ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ന്യൂസ് മലയാളം ഇത് വാർത്തയാക്കുന്നു. തുടർന്ന് കർഷക സംഘടനകൾ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തുന്നു. പല മത മേലധ്യക്ഷന്മാരും ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തുന്നു. അങ്ങനെ കർഷക സംഘടനകൾ വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കം പോകുന്നത് ഇന്നലെ അടക്കം നമ്മൾ കണ്ടിരുന്നു. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം 140 നിയോജക മണ്ഡലങ്ങളിലും ഈ കരട് രേഖയുടെ വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അടക്കം നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. തുടർച്ചയായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തിരുന്നു, ന്യൂസ് മലയാളം വാർത്തകൾ ചെയ്തിരുന്നു. എന്തൊക്കെയാണ് ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സാധാരണക്കാരായിട്ടുള്ള മലയോര കർഷകരെ ഏത് വിധത്തിലായിരിക്കും അവർക്കത് ആഘാതമുണ്ടാക്കാൻ പോവുക എന്നത് സംബന്ധിച്ചെല്ലാം ആ മനുഷ്യരുടെ ആശങ്കകളും അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായി വാർത്ത ചെയ്യുകയും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാരിന് വന നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തുന്നതിന് അല്ലെങ്കിൽ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ തിടുക്കമില്ല. പരിശോധിച്ചതിന് ശേഷം മാത്രം എന്തൊക്കെയാണ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ മലയോര കർഷകർക്ക് എന്തൊക്കെയാണ് പരാതികൾ ഉള്ളത്, അവരുടെ ആശങ്കകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായും അറിയിച്ചതിന് ശേഷം അത് സബ്ജക്ട് കമ്മിറ്റി പഠിച്ചതിന് ശേഷം അതിൽ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ വന നിയമ ഭേദഗതിയിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വനമന്ത്രി കെ ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തിനോട് പ്രതികരിച്ചിട്ടുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ജനുവരി ആദ്യവാരം അല്ലെങ്കിൽ ജനുവരി ആദ്യത്തിൽ നടക്കാനിരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കാനും അത് പാസ്സാക്കാനുമായിരുന്നു ആദ്യഘട്ടത്തിൽ വനംവകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ജനുവരിയിൽ ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളുടെ പട്ടികയിൽ ഈ വന നിയമ ഭേദഗതി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ഈ വന നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് തിടുക്കമില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ പുനർചിന്തനം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വസ്തുത എന്തൊക്കെയാണ്, ഇത് ആരൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായും പൊതുസമൂഹത്തിനോട് വനമന്ത്രി തന്നെ വ്യക്തമാക്കണം അല്ലെങ്കിൽ വനമന്ത്രി വ്യക്തമാക്കണം എന്ന തരത്തിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വനമന്ത്രി കഴിഞ്ഞ ദിവസം വരക്കം നമ്മൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകരുത് എന്നെല്ലാം തന്നെയായിരുന്നു വനമന്ത്രി ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സമരങ്ങൾക്ക് ഒരു അയവുണ്ടായിരുന്നില്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നിയമ ഭേദഗതി 27, 52, 67 തുടങ്ങിയ വകുപ്പുകൾ, ഈ 3 വകുപ്പുകളാണ് അതീവ ഗുരുതരവും ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മലയോര കർഷകരുടെ ദൈനംദിന ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നിയമ ഭേദഗതിയിലേക്ക് പോകുന്നത്. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മജിസ്ട്രേറ്റിന്റെ വാറണ്ടോ അല്ലെങ്കിൽ അനുമതിയോ പേപ്പറുകളോ ഒന്നും തന്നെ ഇല്ലാതെ കുറ്റാരോപിതരായ ആളുകൾ, അതായത് വനനിയമം ലംഘിക്കപ്പെട്ടു എന്ന കുറ്റാരോപിതരായ ആളുകളെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ വെക്കാനും എത്ര ദിവസം വേണമെങ്കിലും തടങ്കലിൽ വെക്കാനുമുള്ള നിയമ ഭേദഗതി വരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സംശയം തോന്നുകയാണ്, ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾക്ക് സംശയം തോന്നുകയാണ്, ഏതെങ്കിലും തരത്തിലുള്ള വനനിയമം ലംഘിക്കപ്പെട്ടു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിലോ സ്ഥാപനത്തിലോ കൃഷിയിടത്തിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യാതൊരു വിധത്തിലുള്ള വാറണ്ടോ അനുമതിയോ ഇല്ലാതെ പരിശോധന നടത്താൻ അടക്കമുള്ള നിയമ നിർമ്മാണമായിരുന്നു മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നതും ഇപ്പോൾ ആ ഒരു നിയമനിർമ്മാണത്തിൽ നിന്നും ഒരു പിൻവലിവ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരിയിലെ സഭാ സമ്മേളനത്തിൽ ഈ ഒരു നിയമം
വരില്ല, ഈ ചർച്ചയ്ക്ക് എടുക്കില്ല. തുടർന്ന് സബ്ജക്റ്റ് കമ്മിറ്റി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പൊതുസമൂഹത്തിൽ എന്തൊക്കെയാണ് അവർക്ക് ആശങ്കകൾ ഉള്ളത് എന്നതിനെപ്പറ്റി കൃത്യമായി അറിയിക്കാം. ഈ ആശങ്കകൾ അറിയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് പരാതികളായി അറിയിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രം ഏതൊക്കെ വകുപ്പുകൾ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വകുപ്പുകൾ, അതിൽ 3 എണ്ണമാണ് പ്രധാനപ്പെട്ട ആശങ്കകൾ അറിയിച്ചിട്ടുള്ള വകുപ്പുകൾ. അപ്പോൾ ഈ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നതിനെപ്പറ്റി, ആശങ്കയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നതിനെപ്പറ്റി പൊതുസമൂഹത്തിന് പരാതികളായി നൽകാം. അത് തുടർച്ചയായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകും. സബ്ജക്റ്റ് കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയുള്ളൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ നവംബർ 1-ാം തീയതി കരട് വിജ്ഞാപനം പുറത്തു വരുന്നു, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. തുടർന്ന് ഏകദേശം 1.5 മാസക്കാലം കാര്യമായ ചലനമൊന്നും ഉണ്ടായിരുന്നില്ല, ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഏകദേശം ഒരാഴ്ച മുമ്പാണ് ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിടുന്നത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. തുടർന്നുണ്ടായ വലിയ ചർച്ചകളും വലിയ പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ ഈ വന നിയമ ഭേദഗതിയിൽ സർക്കാർ പിൻവലിയാനുള്ള കാരണം. ബെൻസൺ, അതായത് ഇനിയൊരു കർഷകന് അല്ലെങ്കിൽ ഒരു കർഷക സംഘടനയ്ക്ക് വ്യക്തിഗതമായി തന്നെ അധികൃതരെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് സമീപിക്കാം, ഇക്കാര്യത്തിൽ പരാതി നൽകാം, അത്തരത്തിലാണ് കാര്യങ്ങൾ അല്ലേ? അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷക സംഘടനകൾ അല്ലെങ്കിൽ സംഘടനകൾ എന്നൊന്നും തന്നെ ഇല്ല. ഏതൊരു മനുഷ്യനും, സാധാരണക്കാരായിട്ടുള്ള ഏതൊരു മനുഷ്യനും ഈ നിയമ ഭേദഗതിയുടെ ഏറ്റവും വലിയ ഒരു ദൂഷ്യവശമായി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇതിന് ഗ്രാമ നഗര പരിധികളില്ല. നമ്മൾ വിചാരിക്കും മലയോര മേഖലകളിലെ ആളുകൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ മലയോര വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും ഈ ഒരു വന നിയമ ഭേദഗതി ബുദ്ധിമുട്ടിലാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വൈര്യ ജീവിതത്തിലായിരിക്കും ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നൊരു സംശയം പല ആളുകൾക്കുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ഈ ഭേദഗതിയിലെ പല ക്ലോസുകളും പല സെക്ഷനുകളും ഈ മുഴുവനായും നഗര ഗ്രാമ പരിധികളില്ലാതെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. കാരണം ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ ഈ വന നിയമവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിന് ഗ്രാമ നഗര പരിധികളില്ലാതെ എവിടെ വേണമെങ്കിലും പരിശോധനകൾ നടത്താനും ആരെ വേണമെങ്കിലും കരുതലിൽ എടുക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനും ശരി ബെൻസൺ, എന്താണെങ്കിലും ന്യൂസ് മലയാളം ബിഗ് ഇമ്പാക്റ്റ് ആണ്. വന നിയമ ഭേദഗതി ഉടനില്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. സർക്കാരിന് ഇക്കാര്യത്തിൽ തിടുക്കമില്ല. ന്യൂസ് മലയാളമാണ് ഈ വാർത്ത പൊതുസമൂഹത്തിലേക്ക് ആദ്യം തന്നെ എത്തിക്കുന്നത്. ബെൻസൺ ബാബുവാണ് ഏറ്റവും ഒടുവിലായി വിവരങ്ങൾ നൽകിയത്.